ജെയിംസ് വടക്കഞ്ചേരി, ഇതിന്റെ താങ്കൾ പറഞ്ഞതിനകത്ത് ഈ സഭാ നേതൃത്വങ്ങൾ തമ്മിലുള്ള സഭയ്ക്കുള്ളിലുള്ള വ്യക്തിവൈരാഗ്യങ്ങളും അതാണോ ഈ കേസിലേക്ക് നയിച്ചത്? ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. സഭയ്ക്കുള്ളിലുള്ള ഈ ഫാദർ കോട്ടൂരിന്റെ എഴുത്തിൽ അത് പറയുന്നുണ്ട്. അതായത് സഭയ്ക്ക് ഉള്ളിലുള്ള ചില വൈദികരുടെ പേരൊക്കെ എഴുതി പറയുന്നുണ്ട്. പക്ഷെ ഇതൊന്നും എനിക്ക് ബന്ധമുള്ള കാര്യങ്ങളല്ല. ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ കഴിഞ്ഞ കുറെ അധികം വർഷങ്ങളിൽ ഈ മർഡർ കേസ് ഉണ്ടല്ലോ, ഹോമിസൈഡ് അല്ല, കൾപ്പബിൾ ഹോമിസൈഡ്, എമൗണ്ട് ഇൻറ്റു മർഡർ, അങ്ങനെയുള്ള കേസുകൾ കേരള പോലീസ് രജിസ്റ്റർ ചെയ്തത് എത്ര ശതമാനം കേസുകളിൽ ഡിറ്റക്ഷൻ ഉണ്ടായിട്ടുണ്ട്. ഇത് ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്ന ഡിസ്പ്യൂട്ട് ഇല്ലാത്ത കേസുകൾ, കൊലപാതകമാണ് എന്ന് എല്ലാ കൊല്ലം നടക്കുന്ന അഡ്മിനിസ്ട്രേഷൻ റിപ്പോർട്ടുണ്ട്. ഇതിനകത്ത് ഇങ്ങനെ ഡിറ്റക്ഷൻ എത്ര പെർസെന്റ് ഉണ്ടെന്ന് ഗ്രാഫ് പോലെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പൊ ഗ്രാഫ് കാണിക്കുന്നതിന് ഞാൻ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോഴേ ചില കൊല്ലം 60% ഡിറ്റക്ഷൻ ഉണ്ടായിട്ടുണ്ട്, ചില കൊല്ലം 50%, ചില കൊല്ലം 20% ഉണ്ടായിട്ടുള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള കേസുകൾക്ക് എന്താണ് നാച്ചുറലായിട്ടുള്ള അന്ത്യം എന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ കേസുകളൊന്നും ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നില്ല. മർഡർ കേസുകളാണ്. ഈ കേസുകൾക്ക് ഒന്നുമില്ലാത്തതായ, അതായത് നമുക്ക് പ്രീസിഡൻസ് ഉണ്ടല്ലോ, കേസ് അന്വേഷിക്കുന്നു, തെളിവുകൾ ശേഖരിക്കാൻ കഴിയുന്നില്ല എങ്കിൽ ആ കേസുകൾക്ക് നാച്ചുറൽ ഡെത്ത് ഉണ്ടാകുന്നു. അത് ചില കൊല്ലങ്ങളിൽ 20% കണ്ടെത്താൻ പറ്റുന്നുള്ളൂ, ചില കൊല്ലങ്ങളിൽ 60% കണ്ടെത്താൻ പറ്റുന്നുണ്ട്. ഇതിനും ഉണ്ടാകുന്ന നാച്ചുറൽ ഡെത്തിന്റെ പ്രോസസ്സിന് എതിരായിട്ട് 16 കൊല്ലമായിട്ട് ഈ കേസ് ഇങ്ങനെ ട്രാക്ക് ചെയ്ത് പോകുന്നത്, ഇതിനകത്ത് സഭയും സഭയിലെ വൈദികരും കന്യാസ്ത്രീകളും ഒക്കെ ഉൾപ്പെട്ടതായ പല ഡയമെൻഷൻ ഉള്ളതുകൊണ്ടാണ് എന്ന് ഞാൻ കരുതുന്നത് ഞാൻ പറഞ്ഞോളൂ. ഇത് ഇന്ത്യയിലെ ഏറ്റവും നല്ല ഒരു കുറ്റാന്വേഷണ സംഘം CBIക്ക് പോലും പല വിധത്തിൽ, ഒരു വിധത്തിലല്ല മറ്റു വിധത്തിൽ ഈ കേസ് ഇങ്ങനെ ട്രാക്ക് ചെയ്തു പോവുകയാണ്. എന്താണ് ഇതിന് കാരണം? ഇത് ഒരു കൊലപാതകമാണ് എന്നുള്ളതിനെക്കുറിച്ച് ഒരു തർക്കത്തിന്റെ ആവശ്യമേ ഇല്ല. ഇത് നിയമപരമായി ഏതൊരു കേസും ഇപ്പൊ ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ ശിക്ഷിച്ചാൽ അതിലെ പ്രതി ഏതെങ്കിലും കോടതി പോയിട്ട് ഞാൻ കുറ്റം ചെയ്തു എന്ന് സമ്മതിക്കൂ എന്ന് പറഞ്ഞാലേ അത് സ്വാഭാവികമാണ്. പക്ഷെ നിയമത്തിന് മുമ്പിൽ ഒരു അന്വേഷണ സംവിധാനത്തിൽ ഇതൊരു കൊലപാതകമാണ് എന്ന് വിട്ടാൽ സംശയാതീതമായി തെളിയിക്കപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളാണ്. മറിച്ച് പ്രതി ആരാണെന്ന് അതിൽ തൊട്ടടുത്ത് നിൽക്കുന്നു. പിന്നെ ഇവിടെ പലരും പറഞ്ഞു ഉറക്കം നടിച്ചു കിടക്കുന്ന ആളെ വിളിച്ചുണർത്താൻ ബുദ്ധിമുട്ടാണ്, ഉറങ്ങിക്കിടക്കുന്ന ആളെ വിളിച്ചുണർത്താൻ എന്ന് പറഞ്ഞ പോലെ അറിയാവുന്നവർക്ക് കാര്യങ്ങളെല്ലാം അറിയാം, അതിനകത്ത് യാതൊരു സംശയവുമില്ല. പിന്നെ ഇവിടെ സഭയ്ക്കെതിരെ വളരെ ബോധപൂർവമുള്ള ശ്രമമാണെന്ന് പറയും. ഒരു വൈദികനാണിത്. മറിച്ച് ഇവിടെ ജോൺ എന്ന് പറഞ്ഞ എറണാകുളത്തെ ഒരു ബിഷപ്പിനെതിരെ അതീവ ഗുരുതരമായി ഇപ്പോൾ തന്നെ ഒരു ആരോപണം വന്നു. അതേ സഭയാണ്, ആരാണ് അതിനെതിരെ? അപ്പൊ ആ എറണാകുളത്തെ അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? ബിഷപ്പിനെ കുറിച്ച് എന്താണ് ബിഷപ്പിനെതിരെ ആരോപണം വന്നു? ശ്രീമാൻ ജോമോൻ പുത്തമ്പരക്കന് ഇത് കൊലപാതകമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശ്രീമാൻ ജോമോൻ പുത്തമ്പരക്കന് പ്രതി ആര് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എനിക്ക് തോന്നുന്നു നമ്മുടെ ജോമോനെ ഒരു സുപ്രീം കോടതി ജഡ്ജിയായിട്ട് അങ്ങ് വെച്ചിരിക്കുകയാണെങ്കിൽ കേരളത്തിലുള്ള മിക്കവാറും കേരളത്തിലെ ഇന്ത്യയിലുള്ള എല്ലാ കേസുകളും പെട്ടെന്ന് തന്നെ അങ്ങ് തെളിയുന്നതാണ്. ഞാൻ പറഞ്ഞത് നിങ്ങൾ വളരെ വ്യക്തമായി കേൾക്കണം. ഇനിയാണെങ്കിലും ഞാൻ വിട്ട് ഹൗസ് ചർച്ച തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞു, മാതൃഭൂമി പത്രത്തിൽ പ്രതി ആരാണെന്ന് തിരിച്ചറിഞ്ഞു എന്ന് വാർത്ത വന്നു, കൈരളി വന്നു, ഇന്ത്യ വിഷനിൽ വന്നു. എന്തുകൊണ്ട് അവർ നിരപരാധിയാണ്, അവർ കേസ് കൊടുക്കുന്നില്ലെന്ന് ഞാൻ ചോദിച്ചത്. നിങ്ങൾ എഴുതാപ്പുറം വായിക്കാതെ ഞാൻ പറഞ്ഞത് അതാണ്. ഇത് കൊലപാതകമാണെന്ന് CBI കണ്ടെത്തി, രേഖാമൂലം കോടതിക്ക് മുമ്പിലുണ്ട്, അത് അംഗീകരിക്കപ്പെട്ടുള്ള കാര്യങ്ങളാണ്. മറിച്ച് ഇവിടെ പണവും സ്വാധീനവും ഉണ്ടെങ്കിൽ ആരെയും കൊല്ലും, കൊന്നാൽ അതിന് കൊട പിടിക്കാൻ പലരും കൂട്ടുണ്ട്. അതിന്റെ ഇപ്പോൾ ആത്മഹത്യയിലേക്ക് ശ്രീ കുഞ്ഞുമൊയ്തീൻകുട്ടി ഇവിടെ ആത്മഹത്യയിലേക്ക് ഇതിനെക്കുറിച്ച് പറയട്ടെ വിശദീകരിച്ചപ്പോൾ അഭയ ആത്മഹത്യ ചെയ്താണെന്നുള്ള സീനിലേക്ക് വടക്കാഞ്ചേരിയും കുഞ്ഞുമൊയ്തീൻകുട്ടി വിശദീകരിച്ചപ്പോൾ എന്തൊരു സന്തോഷമായിട്ടാണ് ചില ആളുകൾ ഇരുന്ന് കേട്ടത്. അതാണ് ആവർത്തിച്ച് ഇത് മർഡറാണ് എന്ന് പറയുന്നു. CBI കണ്ടെത്തിയെന്നും മിസ്റ്റർ ജോമോൻ പറയുന്നു.
വായിച്ചു നോക്കിയാൽ മതി. ഏതാണ്ട് ജഡ്ജ്മെന്റ് ഉണ്ട്, വായിച്ചാൽ മതി. ജോമോൻ പറയുന്നു അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഇത് ജോമോൻ പറഞ്ഞെടുത്ത് തന്നെ ഇപ്പം കേസ് നിൽക്കുന്നു ഒടുവിൽ. അത്രേ ഉള്ളൂ. ജോമോൻ പറഞ്ഞു ആത്മപ്രശംസയ്ക്ക് അതിരില്ല, നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. അല്ല, അങ്ങ് തന്നെ പല കേസുകളെ കുറിച്ചും പറഞ്ഞില്ല. ആശം നടന്ന കാര്യങ്ങളെ പറഞ്ഞില്ല. ഞാൻ ഇത് അഭയ മർഡർ കേസാണ് എന്ന് പറയാനായിട്ട് 3 സാഹചര്യങ്ങളാണ് വേണ്ടത്. ഒന്ന്, സാക്ഷികൾ പറയണം, അല്ലെങ്കിൽ പ്രതി കുറ്റസമ്മതം നടത്തണം, അല്ലെങ്കിൽ മരിക്കുന്നതിന് മുമ്പ് അഭയ പറയണം. ഈ 3 സാഹചര്യങ്ങൾ ഏത് സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് CBI ഇത് കൊലപാതകമാണ് എന്ന് കണ്ടെത്തിയതെന്നാണ് ജുഡീഷ്യറിക്ക് അറിയേണ്ടത്. അതുപോലെ തന്നെ അതല്ലാതെ ഒരു മാർഗമുണ്ട്, സർക്കംസ്റ്റൻഷ്യൽ എവിഡൻസ്. സാഹചര്യങ്ങൾ മുഴുവൻ പ്രതിയിലേക്ക് മാത്രം അമ്പുകൾ അയച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യ തെളിവുകളുണ്ട്. ഈ 4 കാര്യത്തിൽ ഏത് കാര്യമാണ് CBI വിശ്വസിച്ച് ഇത് CBIയുടെ മർഡറാണ് എന്ന് റിപ്പോർട്ട് കൊടുത്തതെന്ന് ഇന്ന് വരെ കോടതിയിൽ ഒരു റിപ്പോർട്ടില്ല. കോടതിയിൽ റിപ്പോർട്ടുണ്ടെങ്കിൽ പിന്നെ കോടതി കൈയും കെട്ടിയിരിക്കേണ്ട കാര്യമില്ല, അവർ വിമർശനം ഏൽക്കേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞ കാതലായ ഒരു വൈദികന്റെ പേര് ഇവിടെ പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് മിണ്ടിയിട്ടില്ല. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ഉടൻ മടങ്ങി വരാം. ഇതിന്റെ എല്ലാ സാഹചര്യങ്ങളും ഇതൊരു കൊലപാതകത്തിന്റെ എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളല്ലേ എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളല്ലേ CBI ഹൈക്കോടതിയിൽ നൽകിയിട്ടില്ല. പറയട്ടെ, ക്ലാരിറ്റിക്ക് വേണ്ടി ചോദിക്കാം. ഒരു മിനിറ്റ് ചോദിക്കാം. ആ രീതിയിലുള്ള വാർത്തകളാണ് മാധ്യമങ്ങളിലെല്ലാം വന്നത്. ജഡ്ജ്മെന്റ് പറഞ്ഞപ്പോൾ അത് പറ്റത്തില്ലെന്ന് പറഞ്ഞു. പറയട്ടെ. എനിക്കൊരു ചോദ്യം, എനിക്ക് ഇവിടെയുള്ള പ്രഷർക്ക് വേണ്ടി മാത്രമല്ല, CBIയുടെ അന്വേഷണത്തിൽ ഞാൻ ഈ പറഞ്ഞ 4 സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ഇത് കൊലപാതകമാണെന്ന് കോടതിക്ക് എന്തിനു കൈയും കെട്ടി നിൽക്കണം? എന്റെ ബഹുമാനം ഇപ്പൊ ഇവിടെ പറഞ്ഞത്, ഞാൻ പഠിച്ചിരിക്കുന്നത് ഒരു കൊലകുറ്റം ചെയ്താൽ ആ ആളെ കൊടയൂടി രക്ഷിക്കുക എന്നുള്ളതല്ല, നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ വേണ്ടി പ്രോസിക്യൂഷനെ സഹായിക്കുക എന്നുള്ളത്. പണവും സ്വാധീന അധികാരവും ഉണ്ടെങ്കിൽ ആ സ്വാധീന വലയത്തിൽ വിട്ട് സുഖസൗകര്യങ്ങൾക്ക് വേണ്ടി അതിന്റെ കൂടെ പോകുന്ന പരിപാടിയല്ല എനിക്കുള്ളത്. സത്യത്തിന് വേണ്ടി നിലകൊള്ളുമ്പോൾ ചിലപ്പോൾ ഞാൻ പറയട്ടെ, വെസ്റ്റ് ബേക്കറി കേസ് എന്താണ്? അതേ അവസ്ഥയാണ്. അവയുടെ പിതാവിനെയൊക്കെ നിങ്ങൾക്ക് വിലക്കെടുക്കാൻ കഴിഞ്ഞുകൊണ്ടാണ് നിങ്ങളെപ്പോലുള്ളവർ ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നത്. അതാണ് എന്റെ കാര്യം. അവയുടെ പിതാവും അവയുടെ വക്കീലും വക്കീലിനെതിരായിട്ട് ഇദ്ദേഹം കേസ് കൊടുത്തിരിക്കുകയാണ്. ഇദ്ദേഹത്തിന്റെ പത്രപ്രസ്ഥാനങ്ങൾ ഒരു 12 കൊല്ലമായിട്ട് KG മുരളീധരൻ മാതൃഭൂമിയിൽ 12 സീരിയൽ എഴുതി. ഇത് കൊലപാതകമാണ്, CBI അറിയാത്ത എഴുതപ്പെടാത്ത കുറിപ്പുകളെന്ന് പറഞ്ഞു. അതിനെ ഖണ്ഡിച്ചുകൊണ്ട് അന്ന് ഇവിടെ പറയുന്നവരോട് മാതൃഭൂമി 12 സീരിയലായിട്ട് KG മുരളീധരൻ എഴുതി അവയുടെ കൊലപാതകമാണെന്ന് സ്ഥാപിച്ചുകൊണ്ട്. ഞാൻ പറഞ്ഞില്ല, അദ്ദേഹം KT മൈക്കിളിന്റെ അടുത്ത സുഹൃത്താണ്. അദ്ദേഹം പറഞ്ഞു KT മൈക്കിളിന്റെ അടുത്ത സുഹൃത്താണ്. അദ്ദേഹം പറഞ്ഞു വെച്ച അതേപടി സിസ്റ്റർ അഭയ കേസിനെ മുൻനിർത്തിയുള്ള ഈ ചർച്ച ഇവിടെ അവസാനിക്കുന്നില്ല.